ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കാലിക്കറ്റ് ഭയങ്കര മഴയായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. പേടിയാവുകയാണ്. അപ്പോൾ തുലാവർഷം കനക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മഴ കാണുന്നില്ല കേട്ടോ. ഇന്ന് മഴ കാണുന്നില്ല. ഞാൻ ഈവനിങ് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. എടുത്ത ഉടനെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനെപ്പോഴും പറയുന്നതാണ്, എൻ്റെ ഒരുപാട് ഓർമ്മകൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓടി വന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എൻ്റെ വില്ലേജിനെ പറ്റിയിട്ടാണല്ലോ. എൻ്റെ വീട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആ കാവ്, അതിനെപ്പറ്റിയൊക്കെ പറയാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാവിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കേട്ടോ. രസകരമായ ഒരു സംഭവം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് മണ്ഡലം 41, ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലം 41 വിശേഷമാണ്. 41 ദിവസം ചുറ്റുവിളക്കും പ്രസാദം മീൻസ് പായസം. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് തേങ്ങേറ് കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനു മുന്നേ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കോമരത്തിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. എൻ്റെ ഓർമ്മയിലെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടറാണ് കോമരം എന്ന് പറയുമ്പോൾ വെളിച്ചപ്പാട് ഭഗവതിയുടെ പ്രതിനിധിയായിട്ട് നമ്മൾ കാണുന്ന ആൾ കേട്ടോ. ഞങ്ങളുടെ കോമരം എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പെട്ട് വന്നാൽ ശരിക്കും ഭഗവതി മുന്നിൽ വന്ന് നിൽക്കുന്ന മാതിരി തോന്നും. വലിയ കണ്ണുകളും നിറയെ മുടി ഉണ്ടായിരുന്നു കോമരത്തിന്. അപ്പോൾ ഞങ്ങളതൊക്കെ അതിശയത്തോടെ നോക്കി നിന്നൊരു കാലം ഉണ്ടായിരുന്നു. ചുവന്ന കണ്ണുകളാണ്, കയ്യിലെ വാളും പിന്നെ കാലിലെ ചിലമ്പും ഒക്കെ കൂടിയിട്ട് അരമണിയൊക്കെ കൂടിയിട്ട് വന്നാൽ, ചുവന്ന പട്ടും എല്ലാം കൂടി വന്നാൽ ഭയങ്കര ഒരു ഐശ്വര്യം ഒക്കെ ആയിരുന്നു. അപ്പോൾ കോമരം മറക്കാനാവാത്തൊരു ക്യാരക്ടറാണ് എൻ്റെ ഓർമ്മകളിൽ, ജീവിതത്തിലെന്ന് പറയുമ്പോൾ ഓർമ്മകളിൽ. ഓക്കെ, അപ്പോൾ കോമരം എന്ന് പറഞ്ഞാൽ മണ്ഡലം 41 വിശേഷമാണ്. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ സംബന്ധിച്ച് എന്താണ് പായസം. നിങ്ങൾ ഈ വിചാരിക്കേണ്ട ഈ പായസത്തിന് എന്താ ഇത്ര പ്രത്യേകത? ഇന്നത്തെ കാലത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമുക്ക് വിചാരിച്ചാൽ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ പായസം. പക്ഷെ അന്ന് നെയ്യൊക്കെ ഒഴിച്ച് നല്ലോണം ശർക്കരയൊക്കെ ഇട്ട് നല്ലൊരു പായസം കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു അവസ്ഥയൊന്നും അല്ല പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ വിചാരിച്ച മാതിരി ഒരു ഭക്ഷണം നമുക്ക് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടീസ്പൂൺ പായസത്തിന് വേണ്ടി 41 ദിവസം ഞങ്ങൾ, ഭക്തി ഉണ്ടോ ഇല്ലയോ, ഞങ്ങൾ അവിടെ ഹാജരായിരിക്കും. കാരണം അത്രയും ഒരു ടേസ്റ്റാണ് ആ പായസത്തിന്. അപ്പോൾ 1 ടീസ്പൂണാണ് കണക്ക്. പക്ഷെ ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് 2 ടീസ്പൂണായി അടിച്ചെടുക്കും. ആ വിദ്യയൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, പോകെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോമരത്തിനെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ ഈ മണ്ഡലം 41 തുടങ്ങുന്നതിന് മുന്നേ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഞ്ചാടി മുത്തശ്ശി ഉണ്ട് അവിടെ. അപ്പോൾ ആ മഞ്ചാടി ദിവസവും ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം അടിച്ചു വാരുകയൊക്കെ ചെയ്യും. ഞങ്ങളത് അടിച്ചു വാരുന്നത് ചിലപ്പോൾ ഇഷ്ടം കൊണ്ടായിരിക്കാം, അടിച്ചു വാരാൻ ഇഷ്ടം, ഒരു ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് അടിച്ചു വാരും. പിന്നെ കോമരത്തിന് ഇമ്പ്രസ് ചെയ്യാൻ കൂടിയിട്ടാണ് കേട്ടോ. കോമരത്തിന് ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? അടിച്ചു വരുന്ന കുട്ടികളെ പ്രത്യേകം കൺസിഡർ ചെയ്യും, പായസത്തിൻ്റെ അളവ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് കോമരത്തിനെ ഇമ്പ്രസ് ചെയ്യുന്നതേ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരിയൊക്കെ തീയിട്ട് നല്ല വൃത്തിയാക്കും. അമ്പലത്തിൻ്റെ പറമ്പൊക്കെ എന്താ പറയുക, പുല്ല് കരിഞ്ഞ് നിൽക്കുന്ന ടൈമായിരിക്കും, അതൊക്കെ കത്തിച്ച് വൃത്തിയാക്കും. തീയിട്ടാൽ കത്താവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു മെമ്മറിയാണ്. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പഠനമൊന്നുമല്ല, വേഗം മേലൊക്കെ കഴുകി ധൃതിയിലൊരു കഴുകലും കഴുകി ഇതൊക്കെ കാണാനും ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. കോമരം ഭയങ്കര ആക്റ്റീവായിരിക്കും. കോമരം അല്ലെങ്കിലേ ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ധൃതിയിലായിരിക്കും കോമരം. അവിടെ വൃത്തിയാക്കുന്നു, ഇത് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പം അവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് മഞ്ഞൾക്കുറിയാണ് കേട്ടോ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇനി പാട്ട് പാടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മഞ്ഞൾ പ്രസാദമാണ്, അതിന് പ്രത്യേക മണമാണ് കേട്ടോ മഞ്ഞൾ പ്രസാദത്തിന്. അത് നെറ്റിയിൽ തൊടും ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങേറിനെ പറ്റി ആദ്യം പറയാം.
തേങ്ങയേറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തേങ്ങയേറ് എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങ എടുക്കുന്നു, എറിയുന്നു. ഇന്നിപ്പോൾ എത്ര തേങ്ങ എറിഞ്ഞിട്ട് ചുറ്റുഭാഗം ചെതറി കിടന്നാലും ഒരു കുട്ടി പോലും എനിക്ക് തോന്നുന്നില്ല അത് എടുത്തിട്ടൊന്ന് കടിക്കുന്നോ കഴിക്കുന്നോ, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് എല്ലാറ്റിനും, പണ്ട് എല്ലാറ്റിനും വാല്യൂ ആണ്, എല്ലാത്തിനും അതിൻ്റേതായ വാല്യൂ ആണ്. ഒരു കഷ്ണം തേങ്ങ കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതും എറിഞ്ഞ തേങ്ങയിൽ നിന്ന് ഒരു കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ്. ഓ എനിക്ക് ഇത്ര കിട്ടി എന്നൊക്കെ കാണിക്കാൻ. പണ്ടത്തെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഇന്നും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? അത് ജീവിത രീതിയിൽ വന്ന വ്യത്യാസമാണ്. അതെന്തായാലും എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു തേങ്ങ ഉണ്ടാവുക എറിയാൻ ഇവന്, ഒറ്റ തേങ്ങ. ഓക്കെ, ആ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് എത്ര കുട്ടികളാണ് ചുറ്റും നിൽക്കുകയെന്നറിയോ? ഒരുപാട് പേരുണ്ടാവും. എന്ന് പറഞ്ഞാൽ വലിയ ആൺകുട്ടികളുണ്ടാവും, ഞങ്ങൾ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവും. ആരോഗ്യം ഇതിലൊരു പ്രധാന ഘടകമാണ്. ആരോഗ്യം വേണം, ഇടയിൽ കയറി എടുക്കാനുള്ള കഴിവ് വേണം. അങ്ങനെ പല 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 ആയോധന മുറകളും പ്രയോഗിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു കഷ്ണം തേങ്ങ കിട്ടുക. ചിലപ്പോൾ ലക്കിന് തേങ്ങ, എറിഞ്ഞ തേങ്ങ ഉരുണ്ട് വലിയ കഷ്ണമൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വീഴും. അപ്പോൾ ഒരു യുദ്ധം ജയിച്ചൊരു മട്ടാണ്. വേഗം അത് അങ്ങോട്ട് എടുത്ത് എന്താ വിചാരം, അത് ഫുള്ള് അങ്ങോട്ട് അകത്താക്കാന്നാ? നടക്കില്ല. അപ്പോഴേക്കും ഓടി വരും ബാക്കിയുള്ള, എന്താ പറയുക, സീനിയേഴ്സ് ഓടി വരും. വലിയ കഷ്ണം, അതൊന്നും പറ്റില്ല, അതൊന്നും ഇവിടെ നടക്കില്ല, അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് അകത്താക്കാമെന്നൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ തേങ്ങ അവർ കൈക്കലാക്കും. എന്ന് ചെറിയൊരു കഷ്ണം ദയവുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അവരുടെ കയ്യിലാണ് ആ വലിയ കഷ്ണം കിട്ടിയിച്ചാലോ നമ്മളിങ്ങനെ പിന്നാലെ നടക്കണം. ഒരു കഷ്ണം തരുമോ എന്ന് ചോദിച്ചിട്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ഈ തേങ്ങയേറിന് ഒരുപാട് പേര് നിൽക്കൂട്ടോ ചുറ്റി. കോമരൻ വരും, തേങ്ങ കയ്യിലുണ്ടാവും, തേങ്ങ എറിഞ്ഞില്ല, ഇങ്ങനെ പല പ്രാവശ്യം ആക്ഷൻ കാണിക്കും. ഇങ്ങനെ ആക്കും. അപ്പോഴേക്കും ഞങ്ങൾ അടുത്തേക്ക് വരും, പിന്നെ അതിങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ആദ്യം എറിയാൻ നോക്കും. ഇങ്ങനെ ഞങ്ങളെ കളിപ്പിച്ച് ലാസ്റ്റ് ഒരു ഒറ്റയേറ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥയാണ്. ആർക്കാ കിട്ടുക, എങ്ങനെ കിട്ടുക ഒന്നും അറിയില്ല. എനിക്കൊക്കെ പലപ്പോഴും ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിരി വരും, ഞാൻ എന്തിനാണ് കരഞ്ഞത്? ഒരു കഷ്ണം തേങ്ങ കിട്ടാത്തതിനാണ് കരഞ്ഞത്. പക്ഷെ അന്ന് അത് വലിയ കാര്യമാണ്. അത് തേങ്ങ വീട്ടിലുണ്ടാവും, തേങ്ങ ഇല്ല എന്നല്ല, എങ്കിലും ആ എറിഞ്ഞ മുറിയിൽ നിന്നൊരു കഷ്ണം കിട്ടുക, കഴിക്കുക, ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അന്നത്തെ ആ ഒരു കുഞ്ഞു മനസ്സിന്. അപ്പോൾ തേങ്ങയേറിനെ പറ്റി പറയാനാണ് ഞാനിന്ന് വന്നത്. ഇനി പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. വലിയ ലെങ്ത്ത് വീഡിയോസ് ആക്കി ഇട്ടാൽ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു, എന്താ പറയുക, സമയവും ഉണ്ടാവില്ല, കേൾക്കാനുള്ളൊരു ക്ഷമയും വേണമല്ലോ. ഞാൻ ഈ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ തള്ളല്ല കേട്ടോ, ഇതൊക്കെ സത്യമായിട്ട് നടന്ന കാര്യങ്ങളാണ്, എൻ്റെ ഓർമ്മകളാണ് നിങ്ങളോട് പറയുന്നത്. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി വന്ന് ഇനി ഒരു കാര്യം കൂടി പറയും. ഓക്കെ, താങ്ക് യു.